എൻ്റെ ഒരു കൂട്ടുകാരി പോയി വലിയൊരു മണ്ടത്തരം ചെയ്തിട്ടുണ്ട്. ടോക്കിംഗ് അബൌട്ട് ജാൻമണി. നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ, നമുക്കൊരു നിലപാടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് പറയണം. പക്ഷെ അതിനൊരു ഒരു ബൗണ്ടറി ഉണ്ട്. ഷീ സേയിങ് ഇസ്, ഒരു റീല് കണ്ടു, ആ റീലിൽ ഇങ്ങനത്തെ ആയിരുന്നു ഇൻഫർമേഷൻ. പീപ്പിൾ ഹു കോൾ മിയോ, പീപ്പിൾ ഹു കോൾ മീ. ഇപ്പോഴും എന്റെ എഗൻസ്റ്റ് പറയുന്ന കാര്യങ്ങൾ നമ്മളെ സോൾവ് ചെയ്തിട്ടും നമ്മളെ ാണ് ആൾക്കാർ പറയുന്നത്. എന്തുകൊണ്ടാണ് ജാൻ അത് വിശ്വസിക്കാതെ? രഞ്ജിനി ഹരിദാസ് ജാൻമണി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിനെതിരായിട്ട് എന്തുകൊണ്ട് രഞ്ജിനി പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ജാൻമണിയും രഞ്ജിനി ഹരിദാസും തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം വരുമ്പം അത് രഞ്ജിനി ഹരിദാസിനെ നല്ല പോലെ ബാധിക്കും. ഏതോ ഒരു റീലില് ആരോ എന്തോ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് വന്നിട്ട് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെയാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് നല്ല രീതിയിൽ എഫക്റ്റ് ആവും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത്. ഓക്കെ, അപ്പൊ രഞ്ജിനി ഹരിദാസ് പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കിത് കേൾക്കാം. എൻ്റെ ഒരു കൂട്ടുകാരി പോയി വലിയൊരു മണ്ടത്തരം ചെയ്തിട്ടുണ്ട്. ടോക്കിംഗ് അബൌട്ട് ജാൻമണി ആൻഡ് ഐ എം സോ ആംഗ്രി. എനിക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ജാൻമണിയുടെ അടുത്ത് പേഴ്സണലി അറിയിച്ചിട്ടുണ്ട്. വലിയ ശക്തമായി തന്നെയാണ് ഞാൻ അറിയിച്ചിരിക്കുന്നത്. ബിക്കോസ് ഐ എം സോ ഡിസപ്പോയിന്റഡ്, റൈറ്റ്? ദൈവം നമ്മളെയൊക്കെ കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊസിഷനിലാണ് കൊണ്ടിരുത്തിയിരിക്കുന്നത്. അഫ്കോഴ്സ് എല്ലാവർക്കും അവരുടേതായ പൊസിഷൻസ് ഉണ്ട് ജീവിതത്തിൽ, അവരുടേതായ കാര്യങ്ങളുണ്ട്, അവരുടേതായ ശബ്ദമുണ്ട്, അവരുടേതായ അഭിപ്രായമുണ്ട്, നിലപാടുണ്ട്, അതൊക്കെയുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാർ, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാർ, നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ നമ്മൾ ആലോചിച്ചും കണ്ടുമൊക്കെ പറയണം. ആലോചിച്ചും കണ്ടും പറയണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ, നമുക്കൊരു നിലപാടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പറയണം. പക്ഷെ അതിനൊരു ബൗണ്ടറി ഉണ്ട്. അതാണ് ഏതൊരു കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ബൗണ്ടറി കീപ്പ് ചെയ്യുന്നത് നല്ലതാ. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം കൂടെ ആരും നിൽക്കാത്തൊരു സിറ്റുവേഷൻ വരും. എന്താണ് വിളിച്ചു പറയുന്നേ എന്നുള്ളത് ജാൻമണി ഒന്ന് ആലോചിക്കണമായിരുന്നു. എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ നെഗറ്റീവ് ഒക്കെ ഒന്ന് മാറി വരുന്ന സമയത്താണ് പ്രധാനമന്ത്രിക്കെതിരെ അവരുടെ അമ്മയെ വരെ ആക്ഷേപിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെന്റ് ജാൻമണി പറയുന്നത്. എല്ലില്ലാത്ത നാവ് വെച്ചിട്ട് എന്തും വിളിച്ചു പറയാം എന്ന് ആലോചിക്കരുത്. കാരണം അതിന്റെ പിറകെ വരുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ വേണ്ടിട്ട് കൂടെ ആരും കാണത്തില്ല. എല്ലാം വായി തോന്നിയത് അങ്ങ് വിളിച്ചു പറയും. എന്നിട്ട് അത് കോൺട്രവേഴ്സി ആയി അല്ലെങ്കിൽ പ്രശ്നമായി എന്ന് പറയുമ്പം പിറ്റേ ദിവസം അയ്യോ ക്ഷമിക്കണം, ഞാനൊരു കൊച്ചുകുട്ടിയാണ് എന്ന് കരുതി നിങ്ങൾ അതൊന്ന് പുറത്തു തരണം എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമൊന്നും അല്ല. ആദ്യത്തെ 2 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ നമ്മൾ പോട്ടെ എന്ന് വിചാരിക്കും. ഇത് സ്ഥിരമാവുമ്പം കയ്യിലിരിപ്പിന്റെ ആണ്, എന്തേലൊക്കെ കൊടുത്തേ പറ്റുള്ളൂ എന്ന് ആൾക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജാൻമണി ഒരു വാക്ക് പോലും മിണ്ടാതെ അത് മേടിച്ചേ പറ്റത്തുള്ളൂ. നമ്മളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് ഒരു ഹേറ്റ് ക്യാമ്പയിൻ ആയിട്ട് മാറാൻ പാടില്ല. അതൊരു മറ്റൊരാളെ താത്തിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആവരുത്. ഒരു കാര്യത്തിന് ചിന്താഗതിയെ കുറിച്ച് നമുക്കൊരു കാര്യം പറയാം, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാൻഡിനെ കുറിച്ച് നമുക്ക് കുറ്റം പറയാം, ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ പറയാം, അതിന്റെ എതിർ അഭിപ്രായം പറയാം, അതൊക്കെ നമുക്ക് ചെയ്യാം. ആസ് ഹ്യൂമൻ ബീങ്സ് ദാറ്റ് ഇസ് അവർ റൈറ്റ്. പക്ഷെ അതിന്റെ ഒരു എൻഡ് ലൈൻ എന്ന് പറയുന്നത്, ഐ എം നോട്ട് ഹിയർ ടു ഇൻസൾട്ട് അനദർ പേഴ്സൺ, ഐ എം നോട്ട് ഹിയർ ടു ബ്രിങ് ഡൗൺ അനദർ പേഴ്സൺ. നമ്മൾ ആരും മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ അവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അവരുടെ നിലപാടിനെ ചോദ്യം ചെയ്യൂ, അവർ ചെയ്യുന്ന കാര്യത്തിനെ ചോദ്യം ചെയ്യൂ, അവരെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം, മര്യാദയ്ക്ക് ചോദ്യം ചെയ്യാം. എന്തിനാണ് നമ്മൾ പേഴ്സണലായി അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് അത് ഫാക്ട്സ് എന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത്? എനിക്ക് ഒരിക്കലും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഞാൻ വളരെ ജാൻമണി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് ജാൻമണിക്ക് ഒരു ബോധവും ഇല്ല. അതായത് ഈ സാധനം സത്യമാണോ എന്ന് ചെക്ക് ചെയ്തിട്ടില്ല. ഗൂഗിൾ അടിച്ചു നോക്കിയാൽ തന്നെ ഈ കാര്യങ്ങളുടെ ഡീറ്റെയിൽ കിട്ടും. അതുപോലും ജാൻമണി നോക്കിയിട്ടില്ല. ആരോ വാട്സപ്പിൽ കൊടുത്ത ഒരു സാധനം അതെടുത്തിട്ട് ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് പറയുമ്പം എന്താണ് അതിന്റെ അർത്ഥം? ഒരു ബോധവും വിവരവും ഇല്ല എന്നാണോ ആൾക്കാർ മനസ്സിലാക്കേണ്ടത്? കുറച്ച് വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടോ? അല്ല, അതുണ്ടെങ്കിൽ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ബോധം ഉണ്ടാവും. ഞാൻ ചില സമയത്ത് നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട്. എനിക്ക് ഇന്നെ ദേഷ്യം വന്നിട്ട്, കാരണം
ചിലവന്മാരുടെ സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരും. മറ്റേ ആ TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. കാരണം അയാൾക്ക് അതൊക്കെ അർഹിക്കുന്നു എന്നുള്ള തോന്നലാണ്. പക്ഷെ ഇവിടെ എന്താണ് ജാൻമണിക്ക് തോന്നിയത് എന്ന് എനിക്കറിയത്തില്ല. തമാശയായിട്ട് പറഞ്ഞതാണോ അതോ ചുമ്മാ ഒരു എന്തേലൊക്കെ പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിരിച്ചുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് പോലും. പക്ഷെ അത് ഇത്രയും വലിയ പണി കിട്ടും എന്നുള്ളത് ജാൻമണി വിചാരിച്ചു കാണത്തില്ല, അതും ഒരു പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കുമ്പോൾ. പ്രതികരിക്കുന്ന ഒരാളാണ്. ഐ ടോക്ക് അബൌട്ട് തിങ്സ് വെരി വെരി ഓണസ്റ്റ്ലി. മുഖത്ത് നോക്കി പറയും. ബിക്കോസ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, അറ്റ്ലീസ്റ്റ് എന്റെ ഏറ്റവും മാക്സിമം എഫേർട്ട് എന്ന് പറയുന്നത് ഞാനത് ഫാക്ച്വലി ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കാറ്. ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് പറ്റാവുന്ന രീതിയിൽ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്നത്തെ കാലത്ത് കറക്റ്റ് രീതിയിൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അത്രയും അധികം ഇൻഫർമേഷൻ ആണ് ഉള്ളത്. പണ്ടൊക്കെ കുറച്ചുകൂടെ സിംഗുലർ നാരറ്റീവ്സ് ആയിരുന്നു. കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയായിരുന്നു, ഇൻഫർമേഷൻ മാത്രം വായിച്ചാൽ മതി. ഇപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പൂളാണ് സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നത്, ഇന്റർനെറ്റിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും അധികം ഇന്റൻസ് ആയിട്ട് റിസർച്ച് ചെയ്താൽ മാത്രമേ ഓരോ കാര്യവും കറക്റ്റ്ലി വെരിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പം ഇറ്റ് ടേക്സ് എ ബിറ്റ് ഓഫ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റഡി എ സബ്ജക്ട്. സോ ഐ ഫീൽ ലൈക്ക് ജോൺ റീസെന്റ്ലി ഒരു കാര്യം പറഞ്ഞപ്പം, ഷീ ഈസ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്, ഐ ലവ് ഹർ ടു ബിറ്റ്, ഐ വിൽ ഓൾവേസ് പ്രൊട്ടക്ട് ഹർ, ഐ വിൽ സ്റ്റാൻഡ് ബൈ ഹർ. ബട്ട് പൊട്ടത്തരം ആ പ്രൊട്ടസ്റ്റിന് പോയ സമയത്ത് എന്തുമാത്രം സപ്പോർട്ടാണ് ജാൻമണിക്ക് കിട്ടിയെന്ന് അറിയോ? ട്രോളിക്കൊണ്ടിരുന്ന ആൾക്കാർ വരെ ഐ റെസ്പെക്ട് ഹെർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലാണേലും യൂട്യൂബിലാണേലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത്രയും ആൾക്കാർ റെസ്പെക്ട് ചെയ്തതാണ് ജാൻമണിയെ. അതാണ് ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നശിപ്പിച്ചത്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കുമ്പോൾ നമ്മൾ ഞാനത് കണ്ടം ചെയ്തില്ലെങ്കിൽ എന്റെ നിലപാടിനെ അത് ബാധിക്കും. നിലപാടിനെ ബാധിക്കുന്നല്ല, ഐ എം വെരി ആംഗ്രി വിത്ത്. ഞാൻ അവളുടെ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ഹർ ടു ഫീൽ ബാഡ് ബിക്കോസ് ഐ എം ഡൂയിങ് ദിസ് വീഡിയോ. ബട്ട് ഡൂഡ്, ലൈക്ക് nothing in this world gives anyone the right to abuse anybody, no matter what position, the way she did. Not just her, അങ്ങനെ കുറെ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. ദാറ്റ് ഇസ് സെക്കൻഡറി. ബട്ട് ഐ ഫീൽ ദാറ്റ് നമ്മള് എന്തുകൊണ്ടാണ് അവരിങ്ങനെ പ്രതികരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ജാൻമണിയുടെ അടുത്ത് ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, എന്താ ജാൻ, വാട്ട് ഇസ് ഇറ്റ്, വൈ ഡു യു ടോക്ക് ലൈക്ക് ദിസ്, വിടുവാത്തരം എന്നൊക്കെ പറയില്ലേ, ആലോചിക്കാതെയാണോ സംസാരിക്കുന്നത്? ഇങ്ങനെ പറയാതിരിക്കാൻ ഇതിനെ കുറിച്ച് ചിന്തിക്കാറില്ലേ? ഇന്റലിജൻസിന്റെ ഇഷ്യൂ ആണോ? ഐ ആസ്ക്ഡ് her why do you say stuff like this? मैंने नहीं सोचा कि ये है, मैंने नहीं सोचा कि इतनी बड़ी बात है, मैंने ये देखा. So what she is saying is, ഒരു റീല് കണ്ടു, ആ റീലിൽ ഇങ്ങനത്തെ ആയിരുന്നു ഇൻഫർമേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ കുറിച്ച് എന്തോരം സാധനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ലല്ലോ. എന്നെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുടെ കാര്യം വിടും, എന്നെ കുറിച്ച് മോശമായി എന്തോരം വീഡിയോസും റീൽസും ഒക്കെയാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഞാനും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോരം കാര്യങ്ങളുണ്ട്. ജാൻമണിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം നല്ല രീതിയിൽ രഞ്ജിനി ഹരിദാസ് ബുദ്ധിമുട്ടിട്ടുണ്ടാവും. കാരണം ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജാൻമണി. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്ന സ്ഥിതിക്ക് ഒബ്വിയസ്ലി രഞ്ജിനി ഹരിദാസിനെ വിളിച്ച് പലരും സംസാരിച്ചു കാണും. സോ അതിനും എല്ലാത്തിനും ഉള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും ചിലപ്പോ ഇത്. ഇപ്പോഴും എന്റെ എഗൻസ്റ്റ് പറയുന്ന കാര്യങ്ങൾ നമ്മളെ സോൾവ് ചെയ്തിട്ടും നമ്മളെ ൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. എന്തുകൊണ്ടാണ് ജാൻ അത് വിശ്വസിക്കാതെ പക്ഷെ വേറെ റാൻഡം ആള് വേറൊരു വീഡിയോ ഇടുമ്പോൾ അത് വിശ്വസിക്കുന്നത്? അപ്പൊ നമ്മുടെ സെലക്ടീവ് ചിന്താഗതി ആയതുകൊണ്ടാണ് അല്ലെ. ഇപ്പം എന്ത് വിഷയത്തെ കുറിച്ച് നമ്മൾ പ്രതികരിക്കാം എന്നത് നമ്മുടെ ചോയ്സ് ആണ്. പക്ഷെ നമ്മൾ ഒരേ കാര്യം വേറെ വേറെ ആൾക്കാരെ കുറിച്ച് പറയുമ്പം ഒരാളെ ഒരു രീതിയിൽ കാണുന്നത് കൂട്ടുകാരി ആയതുകൊണ്ടും നമുക്ക് അടുത്തുള്ള ഒരാളായതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ചിലപ്പോൾ വിശ്വസിക്കത്തില്ല. പക്ഷെ ഇത് ആരോ ഒരാള് എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് BJP എന്ന് പറയുന്നൊരു പാർട്ടിയോട് ജാൻമണിക്ക് ഇത്രയും ദേഷ്യം കൂടെ ഉള്ള സ്ഥിതിക്ക് സ്വാഭാവികം. ഇനി പേർലി മണീനെ കുറിച്ചിട്ട് രഞ്ജിനി ഹരിദാസ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഷമീം ബിഗ് ബോസ് വിന്നർ പേർലി. പേർലിനെയാണ് മോൾക്ക് ഇഷ്ടമെങ്കിൽ then let it be. That's your wish and that's your favorite contestant. You are just amazing. Thank you, Dream. I love you. Honestly, you know me. Preetu, hi. JP Calcutta. പേർലി മാണിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ജഗൻ ദാസ്. പേർലി മാണിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാല് ബിഗ് ബോസിന്റെ വീട്ടിൽ പുറത്ത് എനിക്ക് കുറച്ച് നന്നായിട്ട് അറിയാവുന്ന കുട്ടിയായിരുന്നു ബാക്കിയുള്ളവരിൽ വെച്ച്. പക്ഷെ എനിക്ക് പുറത്തറിയാവുന്ന കുട്ടിയെ ഞാൻ വീട്ടിൽ കണ്ടില്ല. വീട്ടില് വേറെ വേറെ ആളായിരുന്നു. പേർലി എന്ന് പറഞ്ഞൊരു സോ കോൾഡ് മോട്ടിവേഷണൽ സ്പീക്കർ ഒക്കെയാണ്. ആൾക്കാരെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രാപ്തരാക്കുന്ന ഒരു കുട്ടിയാണെന്നൊക്കെയാണ് എനിക്കറിയാവുന്നത്. ബിക്കോസ് അങ്ങനെയാണല്ലോ പേർലി പറയുന്നത്.
നമ്മൾ ഈ ഡീപ്പ് ഡാൻസിലൊക്കെ ഭയങ്കര ചിരിച്ച് കളിച്ച് എല്ലാരും എൻകറേജ് ചെയ്ത് എൻറ്റർടൈൻ ചെയ്ത് നടക്കുന്ന ഒരു കുട്ടി. പക്ഷെ വീട്ടിൽ വന്നപ്പം പേർലിനെ കാണുമ്പോൾ ഫുൾ ടൈം കരച്ചില്, മമ്മി എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ കുറച്ച് ആൾ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അപ്പൊ പേർലി മണി ഫേക്ക് ആണെന്നുള്ളത് പല കാര്യങ്ങളും പല ആൾക്കാരും പല സമയത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് സോ കോൾഡ് ഫാൻസ് ആരും വിശ്വസിച്ചിരുന്നില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇത്രയും ഇമോഷണലി വീക്കായ ഒരു കുട്ടിയാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പം ആരു ശ്രീനീഷായിട്ടുള്ള ഒരു അഫെയർ എന്ന് പറഞ്ഞൊരു സാധനം, അതിൽ അലക്ക മോദി പറഞ്ഞപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. എനിക്ക് കുറച്ച് കോമഡി ആയിട്ട് തോന്നി. ബിക്കോസ് ആ ഒരു വീട്ടിൽ പ്രണയിക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ, ഇറ്റ്സ് നോട്ട് ഈസി. ക്ലോസ് ഡോറിൽ നമ്മുടെ കുടുംബം, നമുക്ക് ലവ് എന്ന് പറഞ്ഞൊരു കാര്യം, ആ വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഇമോഷൻസും യൂസ്ഡ് അല്ല. എസ്പെഷ്യലി ലവ്, ഇപ്പം അമ്മയോടുള്ള സ്നേഹം, അച്ഛനുള്ള സ്നേഹം, നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരുള്ള സ്നേഹം, അത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ആ വീട്ടിൽ. അവിടെ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുകയല്ലേ. അപ്പം നാച്ചുറലി ആ ഒരു ബിൽട്ടപ്പ് ഇമോഷൻസ് അവിടെയുള്ള ആരുടെയെങ്കിലും മോദിയത്തിൽ നമ്മൾ ചിലപ്പോൾ ഫോക്കസ് ചെയ്യായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു വലിയ തീരുമാനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എടുക്കണം. സോ ഐ ഫൗണ്ട് ദാറ്റ് വെരി ഇമ്മച്ചുവറിറ്റി എന്ന് എനിക്ക് തോന്നി. പിന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല പേർലി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ക്യാരക്ടർ പെട്ടെന്ന് സ്വിച്ച് ചെയ്യും. അത് അവരുടെ സ്വഭാവമാണെന്ന് തോന്നുന്നു. അവൾ തന്നെ പറഞ്ഞല്ലോ അവർക്ക് കുറെ മുഖങ്ങൾ ഉണ്ടെന്ന്. എനിക്കൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഞാൻ പുറത്ത് കണ്ട ആളല്ല അവർക്ക് കണ്ടത്. സോ അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ ഐ ഡോണ്ട് നോ ഹു ഷീ ഈസ്. എനിക്ക് ആ വീട്ടിനകത്ത് കാണുന്ന പേർലിമാനിയെ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പുറത്തുള്ള ആളായിട്ട് ഐ ഹാവ് നോ പ്രോബ്ലം. അന്ന് പറഞ്ഞ കാര്യമാണിത്. അതായത് സ്വിച്ച് ഇട്ട പോലെ ആളുടെ സ്വഭാവം മാറും. ഇവിടെ പേർലിമണി ആ പോസ്റ്റ് ഇട്ടിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ ഇംഗ്ലീഷിൽ എഴുതിയത് മൊത്തം മലയാളത്തിൽ ഇങ്ങനെ വായിച്ചിട്ട് ഇമോഷണൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അടുത്ത നാടകം. എന്നിട്ട് ആ നാടകത്തിന് വല്ല എന്തോ ഉണ്ടായോ, ബെനിഫിറ്റ് ഉണ്ടായോ? ഉണ്ടായില്ല. ശരി, എന്നാ ടാറ്റ.